ഇത് പൊതുജനങ്ങളെ ആവശ്യമാണിത്. ഇതിപ്പോ നമ്മൾ 100-200 ആളുകളോ ആവശ്യമല്ല. ഇത് 140 കോടി ജനങ്ങളെ പ്രശ്ന. അത് ജനങ്ങൾ മനസ്സിലാക്കണോ? ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളോട് യാതൊരു ഒന്നും ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ നോട്ട് ചോദിക്കുക, ഒരു സുപ്രഭാതത്തിൽ പെട്രോൾ വില കൂട്ടുക, ഒരു സുപ്രഭാതത്തിൽ ഗ്യാസിന് വില കൂട്ടുക. ഇത് തോന്നിയാസല്ല. ഇത് നമ്മളെ കൊള്ളയടിക്കുക. 29 ഇലക്ഷൻ കഴിഞ്ഞ് ഇത് കഴിയാൻ കാത്തിരിക്കാനോ ഈ സർക്കാർ? 30 ദിവസം പണിക്ക് പോവുക ഞാൻ, ഒരു ദിവസം ഇറങ്ങൂല. അങ്ങനത്തെ നയിച്ചിട്ട് വരെ ഉണ്ടാക്കാൻ കഴിയൂല, ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല. സ്വപ്നം കാണാനുള്ള സംഭവം നിർത്തി അത് ഇനി കിട്ടൂല. ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുണ്ടോ? ഞാൻ കണ്ടില്ല ഇതുവരെ. കൊള്ളയടി തന്നെയാ. കൊള്ളയടി മാത്രമല്ല പോക്കറ്റും കാര്യമില്ല. 1600 രൂപ ഉണ്ടായത് 3200 രൂപയിൽ എത്തണമെങ്കിൽ എന്തുമാത്രം എന്തുമാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലും ബിസിനസിനെ കുറിച്ചോ ബിസിനസ്സുകാരെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ലാത്ത കുറച്ച് ആൾക്കാർ നിങ്ങൾ മരിച്ചാൽ എന്ത് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് അതാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് സാധാരണ രീതിയിലേക്ക് ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് ജനങ്ങൾ വിചാരിക്കേണ്ട. 3 മാസം മുമ്പേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് 1600 ചില്ലാണ് രൂപക്ക. ഈ 4-5 മാസം കൊണ്ട് 3200 രൂപ കൊടുക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെ ജനങ്ങളെ ശരിക്കും പറ്റിക്കുകയല്ലേ നിങ്ങൾക്ക്? നാളെ ചിലപ്പോൾ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കും. പെട്രോളും ഡീസലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് വീണ്ടും വില കൂട്ടാൻ പോവുകയാണ്. ഞങ്ങൾ വാങ്ങുന്ന നിത്യോപ സാധനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ വിലയാണ്. ചില ആളുകളൊക്കെ പറയും, അന്ധഭക്തർ പറയുന്നത് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി കുട്ടികളില്ല, ഭാര്യയില്ല, അതുകൊണ്ട് എന്താണ് പൂർണ്ണ സമയം നമ്മളെ സേവിക്കാൻ വേണ്ടി. ഇങ്ങനെ ദൈവത്തെ ഓർത്ത് സേവിക്കരുത്. കാര്യം എന്താ വെച്ചാൽ ജനങ്ങളൊക്കെ പട്ടിണിയിലാണ് അല്ലേ? ഇത്രയും ഗതികെട്ടു പോയില്ലേ? കുത്തക ഭീമന്മാർക്ക് സർക്കാർ നിയമങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല ഞങ്ങൾ. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എല്ലാവരും പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വില കൂട്ടും എന്നുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിനും പറയാറുള്ളതാണ് ഇതേ ഒരു വാക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വില കുത്തനെ കൂട്ടുകയാണ് പതിവ്. ഗ്യാസിന് 993 രൂപയാണ് കൂടിയിരിക്കുന്നത്. ചിരിക്കുക എന്നല്ലാതെ ഒന്നും പറയാനില്ല. ദേഷ്യപ്പെടുന്നില്ല. പക്ഷേ ദേഷ്യപ്പെട്ടിട്ട് കാര്യവുമില്ല. അന്ധഭക്തന്മാരോട് പറയാനുള്ളത് എങ്ങനെയുണ്ട് ഗ്യാസിന്റെ വില കൂട്ടിയത് എന്നുള്ളതാണ്. ഇനി ജനങ്ങൾ പറയട്ടെ. ഇത്തരം രീതിയിൽ പോയി ജനങ്ങൾ പുറത്തിറങ്ങണം. ഇതൊരു വ്യാപാരികളുടെയോ ഹോട്ടൽ അസോസിയേഷൻ മാത്രമല്ല ചെയ്യേണ്ടത്. ഇത് ഞാനൊരു സാധാരണ ഒരു ജനമാണെങ്കിൽ ഞാനൊരു ചായ കുടിക്കാൻ പോവാണ്. ഇതിന്റെ ചായന്റെ മുകളിൽ ഇതിന്റെ മുകളിൽ അതായത് നിലവിലുള്ള ചായക്ക് 12 ആണെങ്കിൽ 15 ആക്കേണ്ടി വരും. വേറെ വഴിയില്ല. ഇത് ജനകീയ പ്രശ്നമാണിത്. ഇതൊരു ഹോട്ടൽ അസോസിയേഷന്റെ മറ്റു വ്യാപാരികളുടെ. അതുകൊണ്ട് ജനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങണം. മറ്റു രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അമേരിക്കയിലും പല രാജ്യങ്ങളിലും ജനങ്ങൾ പുറത്തിറങ്ങിയാൽ എല്ലാ ഭരണങ്ങളും മാറ്റം വരുത്തും. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളോട് യാതൊരു ഒന്നും ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ നോട്ട് ചോദിക്കുക, ഒരു സുപ്രഭാതത്തിൽ പെട്രോൾ വില കൂട്ടുക, ഒരു സുപ്രഭാതത്തിൽ ഗ്യാസിന് വില കൂട്ടുക. ഇത് തോന്നിയാസല്ല. ഇത് ജനാധിപത്യത്തിലത്. ഇത് ഫാസിസാണിത്. ഇതിന് ഫാസിസം എന്നാ പറയാ. ജനാധിപത്യ രീതിയിലത്. ജനാധിപത്യ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. ഇത്തരം രീതികൾ ജനങ്ങൾ യുവത്തെ ഇറങ്ങണം. ഇവിടെ പ്രായഭേദമന്യേ എല്ലാവരും റോട്ടിലിറങ്ങി പ്രതിഷേധിക്കാം. വാഹനം ഓടണ്ട. ഒരു നേതാക്കളോ ഒരു രാഷ്ട്രീയ പാർട്ടി ആളുകൾ പുറത്തേക്ക് ഇറങ്ങരുത്. സ്തംഭിപ്പിക്കണം. സ്തംഭിപ്പിച്ച് കഴിഞ്ഞാലേ മാറ്റം വരുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോ അവരുടെ അടുത്ത് പോയി നിവേദനം കൊടുക്കുക, അവിടെ പോയിട്ട് മീറ്റിങ്ങിന് കൂടുക, അതൊന്നല്ല. ജനങ്ങൾ നിരത്തിലിറക്കി കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ ഏത് ഗവൺമെന്റും താഴെക്കാൻ നമ്മളാണ് വോട്ട് ചെയ്തവരെ എത്തിക്കുന്നത്. നമ്മളെ കൊള്ളയടിക്കുക. 29 ഇലക്ഷൻ കഴിഞ്ഞ് ഇത് കഴിയാൻ കാത്തിരിക്കാനോ ഈ സർക്കാർ? ജനങ്ങൾ വിട്ടികളല്ല. ഇത് ജനങ്ങളെ വെല്ലുവിളിക്കാണ്. ഓൾ ഓവർ ഇന്ത്യ ഇനി എവിടെയില്ല ഇലക്ഷൻ നടക്കാത്തത്. എല്ലായിടത്തും കഴിഞ്ഞ്. ബംഗാൾ കഴിഞ്ഞ് അത് കഴിയാൻ വേണ്ടി കാത്തിരിക്കാനോ? ഇത് ജനങ്ങളെ എന്താ പറയാ, നമുക്കൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എത്തൂല. ജനങ്ങളോട് പറഞ്ഞു പറ്റിക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത്. അതായത് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിയോളം വെയിറ്റ് ചെയ്ത് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ കൂട്ടുക എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പറ്റിപ്പല്ല എന്നല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ജനങ്ങളോട് ചെയ്യുന്ന എന്താണ് ഇതിന് പറയാ എന്ന് എനിക്കറിയാം. ഞാനൊക്കെ ഒരുപാട് സംസാരിച്ചാ, പക്ഷേ കുറെ ആളുകളുണ്ട്, അന്ധഭക്തന്മാർ കുറച്ച് ആളുകളുണ്ട്. അവരിപ്പോ നമ്മളുടെ വീഡിയോന്റെ താഴത്ത് വന്ന് തെറി പറയാൻ തുടങ്ങും. അതായത് തെറി പറയുന്നവർ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ വീട്ടിലിപ്പോ ഈ ഗ്യാസിന് ഭാരം ഇപ്പൊ ചുള്ളിക്കമ്പ് വരെ കത്തിക്കേണ്ടി വരും. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്ക് നിലവില് കാരണം ഗ്യാസിന് ഗ്യാസ് വേണം. ഇത് പൊതുജനങ്ങളെ ആവശ്യമാണിത്. ഇതിപ്പോ നമ്മൾ 100-200 ആളുകളോ ആവശ്യമല്ല. ഇത് 140 കോടി ജനങ്ങളെ പ്രശ്ന. അത് ജനങ്ങൾ മനസ്സിലാക്കണോ? അതല്ലാതെ ഇത് 1-2 ഹോട്ടലുകാർക്കോ അല്ലെങ്കിൽ ചെറിയ തട്ടുകടക്കാർക്കോ നമ്മളെ പ്രശ്നമല്ല. 140 കോടി ജനങ്ങളെ പ്രശ്നമാണിത്.
ഇതിന് ജനങ്ങൾ തന്നെ പ്രതിനിധി ഉണ്ടാക്കണം. അതല്ലാതെ നമ്മളിപ്പോ ഇന്നിറങ്ങി നമുക്ക് എന്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് ഉപജീവനം കണ്ടെത്തുക. നമ്മളിപ്പോ കച്ചവടം നടത്തുന്ന ആളുകളാ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധമാണ്. ഇത് കണ്ട് യുവാക്കളേക്ക് ഇറങ്ങുക, സ്തംഭിപ്പിക്കുക. എല്ലാവരും ഇറങ്ങട്ടെ. ജനം പുറത്തിറങ്ങാത്ത രീതിയിൽ ആയിരിക്കണം. ഈ എന്താ പറയുക, ഈ പ്രഖ്യാപിച്ച ആളുകളില്ലേ, അവർ നിരത്തിൽ ഇറങ്ങരുത്. ഒരു ഫ്ലൈറ്റിൽ പോട്ടെ, ഹെലികോപ്റ്ററിൽ പോട്ടെ, ഭൂമിയിൽ ഇറങ്ങി സഞ്ചരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അത് ഡൽഹിയിൽ നിന്ന് തുടങ്ങണം. ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളം അവസാനിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ ഇവർ നാളെ പിറ്റേന്ന് നമ്മളിവിടെ ജീവിക്കണം വേണ്ടവർ അവർ ആലോചിക്കും. എന്താ ഇപ്പൊ നല്ല സുഖമല്ലേ ഇപ്പത്? ഒരു ദിവസം പെട്രോളിനും കൂട്ടുക, ഒരു ദിവസം ഗ്യാസിന് കൂട്ടുക, ഒരു ദിവസം നോട്ട് നിരോധിക്കുക. നാളെ പറയാണ് ഇന്ത്യ ഈ മനുഷ്യന്മാർ വേണ്ട, ഞങ്ങൾ കുറച്ച് ആൾ മതിയാണ്. എന്താ അവസ്ഥ? അത് അംഗീകരിക്കാം നമ്മൾ? അതിവിടെ അനുവദിക്കാൻ പാടില്ല. ജനങ്ങളുടെ ജീവിതം നോക്കാതെ, ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കാതെ ഭരിക്കുന്നതിന്റെ എല്ലാ പ്രശ്നവും നമ്മളെ ഇന്ത്യയിൽ ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സർക്കാരും ഒറ്റയടിക്ക് 993 രൂപ ഗ്യാസിന് വർദ്ധിപ്പിച്ചുകൊണ്ട്, അത് മാത്രമല്ല 3 മാസം മുമ്പേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് 1600 ചില്ലാണ് രൂപക്ക. ഈ 4-5 മാസം കൊണ്ട് 3200 രൂപ കൊടുക്കണമെങ്കിൽ ഒരു ഹോട്ടലുകാരനോ ബേക്കറിക്കാരനോ കൂൾബാറിനോ സാധ്യമല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ആർക്ക് കൊടുക്കാൻ കഴിയും? കുത്തക മുതലാളിമാർക്ക് സാധിക്കും. അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയപരിപാടികൾ. അതുകൊണ്ട് തന്നെയാണ് ചെറുകിട ഇടത്തരം വ്യാപാരികളെ, ഹോട്ടലുകാരെ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ പോകുമ്പോൾ ഉയർന്നു വരുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളാ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രീതിയിലേക്ക്, അതായത് 2010 എനിക്ക് തോന്നുന്നു 667 രൂപ എങ്ങാണ്ടാണ് ഇതിന്റെ വില അല്ലെ? ഈ 10 വർഷം കൊണ്ട്, 12 വർഷം കൊണ്ട് 3000 രൂപ ആക്കുമ്പോൾ ആരാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നു എന്റെ ചോദ്യം കേട്ടോ. അല്ല, അത്തരം വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ദുഃഖിതരാണ്. കാരണം ഈ സമരം ഏറ്റെടുക്കേണ്ടത് പൊതുസമൂഹമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര വയസ്സായി? 60 വയസ്സായി. എത്ര വയസ്സായി? ഇത്ര സമയത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനെ രീതിയിലേക്ക് വില കൂടുന്നത്? അതായത് 1, 2, 3 രൂപയല്ല കൂടുന്നത്. 50 പൈസ കൂടിയ സമയത്ത് ഇവിടെ കാളവണ്ടിയിൽ നടന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ആ ഒരു 993 രൂപ ഒറ്റടി കൂടുമ്പോ ഉണ്ടാവുന്ന ഒരു മനുഷ്യന്റെ, പാവപ്പെട്ട ജനങ്ങളുടെ, ഈ ഹോട്ടൽ ജീവനക്കാരുടെ പല കുടുംബങ്ങളായിട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരുപാട് കുടുംബങ്ങള്, ഒരുപാട് ആളുകൾ ജീവിക്കുന്ന, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന, അവരവരുടെ കുടുംബം കഷ്ടപ്പെട്ടു നോക്കി കൊണ്ടുപോകുന്ന ഒരു ചരിത്രം എന്നുണ്ട്. എല്ലാ ഹോട്ടലിലും ലാഭത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്ര രീതിയിലേക്ക് നിങ്ങൾക്ക് എത്ര വയസ്സായി ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്ര മുമ്പ്? എന്റെ ചരിത്രത്തില്, എന്റെ ഒരു 60 വർഷത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഒരു 50 വർഷം എനിക്ക് പൊതുവിപണിയിൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. ആ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഗ്യാസിന്റെ വില വർധനമാണ് നമ്മൾ നേരിടുന്നത്. എത്ര വയസ്സായി? 60 വയസ്സായി. അത് മാത്രമല്ല, 35 വർഷം ഈ മേഖലയിൽ കച്ചവടം ചെയ്യുന്നവനാണ് ഞാൻ. ഈ മേഖലയിൽ കച്ചവടം ചെയ്തപ്പോൾ 400 രൂപ ഒറ്റയടിക്ക് വില വർദ്ധിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതിന് മുകളിൽ വന്നിട്ടില്ല. ഇനി ഇത് ആവർത്തിക്കില്ല എന്നാണ് സർക്കാർ ഞങ്ങൾക്ക് വാക്ക് തന്നത്. അന്ന് നമ്മൾ സമരം ചെയ്തു. പിറ്റേത്തെ മാസം നമുക്ക് 200 സംതിങ് വില കുറയ്ക്കുകയുണ്ടായി. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ പറയുന്നു, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയ പത്രപ്രവർത്തകർ ചിന്തിക്കേണ്ടത്, നാളെ ചിലപ്പോൾ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കും. പെട്രോളും ഡീസലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് വീണ്ടും വില കൂട്ടാൻ പോവുകയാണ്. ഞങ്ങൾ വാങ്ങുന്ന നിത്യോപ സാധനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ വിലയാണ്. മാർക്കറ്റിൽ ആരും ഇടപെടുന്നില്ല. പണ്ട് കാലത്ത് സർക്കാരുകൾക്ക് എതിരെ പ്രതിപക്ഷങ്ങൾ ചെയ്യുന്നത് കാണാം, വിലക്കയറ്റത്തിന് സമരം. ഞാൻ ചോദിക്കട്ടെ, ഈ ഏതെങ്കിലും ഒരു പ്രതിപക്ഷം സർക്കാരിന്റെ വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്താൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. ഞങ്ങളൊരു സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞാൽ ഹർത്താലുകൾക്കെതിരാണ്. പക്ഷെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ കടയടക്കേണ്ടി വരുന്നത്. കാരണം എന്തുകൊണ്ടാ? ജനങ്ങൾ ബോധവാന്മാരെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്തുകൊണ്ട് ജനങ്ങള് ഇതിലെ നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. 993 രൂപയാണ് ഗ്യാസിന് കൂടിയിട്ടുള്ളത് ഒറ്റയടിക്ക്. എന്താണ് ശരിക്കും ഒരു പൗരൻ എന്നുള്ള നിലക്ക് പറയാനുള്ളത്? ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനപ്പോ, ഗ്യാസിന് വില കൂടുമ്പോൾ ഒരു ചായക്കും ഊണിനും ഒക്കെ കൂടും. ഹോട്ടലിലെ എല്ലാ സാധനത്തിനും വില കൂടും. ഇതേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? അതായത് ഒറ്റയടിക്ക് കൂട്ടുകയാണ് 993 രൂപ. 1-2 പൈസയല്ല, ഒറ്റയടിക്ക് ജനങ്ങളുടെ മേലേല്. ശരിക്കും ജനങ്ങളോട് ചെയ്യുന്ന ഒരു മോശം പരിപാടിയാണ്. ഇത്ര സുഖമായില്ല അത് അങ്ങനെ ഒറ്റയടിക്ക്. ഘട്ടഘട്ടമായിട്ട് കൂട്ടുകയാണെങ്കിൽ വളരെ ഇങ്ങനെ കവർ ചെയ്ത് പോകും. ഈ ജനങ്ങളോട് ചെയ്യുന്ന മോശം പരിപാടിയാന്ന് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവർക്ക് നല്ല പുണ്യപ്രവൃത്തിയാന്ന് വിചാരിക്കുന്ന ആളുകളോട് എന്ത് പറയാനാ? അല്ല, ഇതിപ്പോ സാധാരണ എല്ലാ ഹോട്ടലായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ബാധിക്കൂലേ? ബാധിക്കുമല്ലോ അല്ലെ? ഇല്ലേ, ഇത് ഭരണകർത്താക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു തീരുമാനം എടുക്കട്ടെ. കൊള്ളയടി തന്നെയാ. കൊള്ളയടി മാത്രമല്ല, പോക്കറ്റും കാര്യമാണ്. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അത് പോകും. ഒരു നേരം ഇപ്പൊ പെട്രോളിനും കൂടി വില കൂടി ഉഷാറായി.
അത്യാവശ്യമായി. അത്യാവശ്യമായി. ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുണ്ടോ? ഞാൻ കണ്ടില്ല ഇതുവരെ കണ്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് എങ്ങനെ അനുഭവമൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ വില കൂടി വരുന്ന നോക്കി ഒരു വല്ല മോശം ആൾക്കാരോട് ചെയ്യുന്നത്. കാരണം ഇലക്ഷൻ കഴിയാൻ കാത്തുനിന്ന മാതിരിയായി പോയത്. അല്ല, ഇലക്ഷൻ കഴിയാൻ കാത്തു നിന്നു എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ കൂട്ടുമെന്ന് പലപ്പോഴും നമുക്കറിയാം. എന്നിട്ട് വീണ്ടും വീണ്ടും ഇതേ പാർട്ടിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ അന്ധഭക്തരോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി വരുന്ന കാലെങ്കിലും നോക്കുക. നമുക്കൊക്കെ ഏകദേശം ടൈമായി. വരുന്ന തലമുറ എങ്ങനെയും പിടിച്ചു നിൽക്കട്ടെ. ആ അവസ്ഥയിലേക്ക് പറയേണ്ട ഗതികേടാണ്. ഗതികൾ വന്നു, എന്ത് ചെയ്യാനാ? ഇപ്പം മനസ്സിലാക്കുന്നത് കുറച്ച് കാലങ്ങളിലായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ വിലയിരുത്തിയാൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവുന്ന ഒരു അവസ്ഥയല്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് എല്ലാ സാധനങ്ങൾക്കും ഈ ഗ്യാസിന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരുന്നത് ഒരു വിലവർധനവാണ്. ജനങ്ങൾക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയാം തെരഞ്ഞെടുപ്പ് കഴിയാൻ നിൽക്കുകയാണ്, വില കൂട്ടാമെന്ന് നമ്മൾ പലപ്പോഴും പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിയാൻ ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇലക്ഷന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുന്ന കുറച്ച് സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് വരാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ചുള്ള വലിയ വാർത്തകളൊക്കെ കൊടുക്കും. അപ്പം സാധാരണഗതിയിൽ ഈ വാർത്തകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഗവൺമെന്റ് നടത്തിയ കുറേ സാധനങ്ങൾ നമുക്കറിയാം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയ വോട്ട് ബാങ്ക് ആക്കാൻ, ജനങ്ങളെ വോട്ടിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ അത് കഴിഞ്ഞ അനുഭവിക്കുന്നത് മുഴുവനും സാധാരണക്കാരാണ്. നമ്മളെ ഈ കച്ചവടക്കാരനെ നേരത്തെ സോണേട്ടൻ പറഞ്ഞതുപോലെ 1600 രൂപയുണ്ടായത് 3200 രൂപയിൽ എത്തണമെങ്കിൽ എന്തുമാത്രം പിന്നെ എന്തുമാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന. എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലും ബിസിനസിനെ കുറിച്ചോ ബിസിനസ്സുകാരെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ലാതെ കുറച്ച് ആൾക്കാർ നിങ്ങൾ മരിച്ചാൽ എന്ത്, നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്, അതാണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ പിന്നെ വിത്തുകളാണ് ഞങ്ങളാണ് അത് അനുഭവിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ മൊത്തം ജനങ്ങളിലേക്ക് എത്തും. ഞങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ പറ്റില്ല. ചില സാധനങ്ങൾക്ക് ഇപ്പം 1600 രൂപ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ സാധനത്തിന് വിൽപ്പനയിൽ മാറ്റം വരുത്താതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ മിൽമയ്ക്ക് അടുത്ത ദിവസം ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ സമരത്തിലേക്ക് പോകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 6-ാം തീയതി മെയ് 6-ന് സംസ്ഥാന വ്യാപകമായിട്ട് പിന്നെ 24 മണിക്കൂർ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ പോവാണ്. അതൊരു സൂചനയാണ്. ആ സൂചന കണ്ടിട്ടും അതിന് പ്രതിഫലം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം വരുന്നില്ലെങ്കിൽ ഈ KHR തുടർന്ന് മുന്നോട്ട് ഒരു ലോങ് ടൈം സമരത്തിലേക്ക് പോകേണ്ടി വരും. വല്ലാത്തൊരു ദുരന്ത സർക്കാർ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ 1000 രൂപ ഒരു 100 റുപ്യ കൂടിക്കോട്ടെ, എന്നാൽ ഞങ്ങൾക്ക് ചായക്ക് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾക്ക് 1 റുപ്യൊക്കെ കൂട്ടിയിട്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് 1000 റുപ്യ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ 1 രൂപ 2 രൂപ ഒക്കെ വർദ്ധിപ്പിച്ച് കച്ചവടം വ്യാപാരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാനൊരു പഴയ വ്യാപാരിയാണ്. ഞാൻ 2 തലമുറ 80 വർഷമായിട്ട് ഹോട്ടൽ കച്ചവടം. എനിക്ക് ഈ ബിസിനസ് അല്ലാതെ വേറൊന്നും അറിയില്ല. വളരെ പാവപ്പെട്ട ആളുകളും തൊഴിലാളികളും മാത്രം അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ചേർമലിൽ നിന്നും വെറും കൂലിത്തൊഴിലാളികൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വിറകിലേക്ക് നീങ്ങി, ഒരുപാട് സാധനങ്ങൾ വിറകടുപ്പിലേക്ക് നീങ്ങി. കാരണം ഈ ഗ്യാസിന്റെ വില പറഞ്ഞ, എന്നാലും നമുക്ക് എല്ലാ സംഗതികളും വിറകിലേക്ക് പോകാൻ കഴിയില്ല. ഒന്ന് അതിൽ പണിക്കാർ പണിയെടുക്കൂല. ഈ മേഖലയിലുള്ള പണിക്കാർ പോയാൽ എന്താവും അവസ്ഥ? അടച്ചുപൂട്ടേണ്ടി വരുമോ? ഈ തോതിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. കാരണം ഇതിപ്പോൾ 1000 മാസം കൂടി അടുത്ത മാസം പെട്രോൾ ഡീസലിന് വില വർദ്ധിക്കും, പച്ചക്കറി പലവ്യഞ്ജനങ്ങൾക്ക് വില കൂടും, ഇലക്ഷൻ കഴിഞ്ഞിട്ട് മറ്റു അരിക്കൊക്കെ വില കൂടും. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നുള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരെ ജനങ്ങളെ ശരിക്കും പറ്റിക്കുകയല്ലേ? നിങ്ങൾക്ക് സുരക്ഷിതമായി അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവസരം, സുരക്ഷിതമായി എന്താണ് പറയാ ജീവിതം നയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിത്തരും എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയല്ലേ? യുദ്ധത്തിന്റെ പേര് പറഞ്ഞിട്ടും മറ്റു പേര് പറഞ്ഞിട്ടും സർക്കി ഗവൺമെന്റ് നമ്മളെ പറ്റിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഈ ഇതിൽ ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനും ഗ്യാസിൽ വലിയ പിടുത്തം. അതൊക്കെ അദാനിക്ക് അംബാനിക്ക് കൊടുത്തു പോയിക്കുന്നു. നമ്മളോട് പറയുന്നത് പൈപ്പ് ലൈൻ പോയിക്കുന്ന ആ ലൈനിൽ നിന്നും ഗ്യാസ് എടുത്തോളി എന്നാണ് പറയുന്നത് ഗവൺമെന്റ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു മാർഗ്ഗങ്ങൾ തേടിക്കോളി, ഇല്ലെങ്കിൽ സെൻട്രൽ കിച്ചൺ തുടങ്ങിക്കോളി. ഇപ്പോൾ വീട്ടിലേക്ക് കൊടുക്കുന്ന ഗ്യാസിന് 1000 രൂപ കൊടുത്താൽ മതി. ഞാൻ അതിനെക്കാട്ടും 4 കിലോ കൂടുതലുള്ള ഗ്യാസിന് ഞാൻ 3200 രൂപ എൻ്റെ വീട്ടിൽ കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ ഗതികേട് എന്ത് പറയാൻ, ഇറങ്ങി കുടുങ്ങിയ പരിപാടി. എങ്ങനെയെങ്കിലും ഒന്ന് മോചനം നേടണതിൽ ഇനി അതേയുള്ള മാർഗം എങ്ങനെ ഒറ്റടിക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ അടുത്ത് ഒന്നും എടുക്കാണ്ടാവില്ല. അല്ലാതെ ഇപ്പം ഈ സാധാ ഗ്യാസിന് ഇനി വീട്ടിലെ ഗ്യാസിന് തന്നെ ഇനി വില കൂടുകയാണെങ്കിൽ അതും ഇപ്പം നമ്മൾ തന്നെ എടുക്കണ്ടേ? അല്ല, അത് കൂട്ടും, കുറച്ച് താമസിയാ, വെയിറ്റ് ആൻഡ് സീ. കൂട്ടുന്ന് പറയും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞങ്ങളിപ്പം ഈ മറ്റേ
ഹോട്ടലുകൾക്കൊക്കെ ഉള്ള വലിയ കുറ്റിക്കല്ലേ കൂടിയേ. പുറത്തു പോയാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതെ, പുറത്ത് അതാണിപ്പോ ഒരു നമ്മളെടുത്ത ഈടാക്കണേ ഹോട്ടലുകാരെ. ഒരു ചായക്ക് 14 റുപ്യ അപ്പം വാങ്ങണേ, ഒരു ചായക്ക് ഒരു പൊറാട്ടയ്ക്ക് 14 റുപ്യ. ആദ്യം 10 റുപ്യ കൊടുത്താൽ മതി. ഇനി ഇവിടെ ഗ്യാസിന് വില കൂടി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി വരുന്ന പൈസകളാ. അതെ അതെ, ഇത് ഭരിക്കുന്ന ആളുകൾക്ക്, ഭരണകർത്താക്കന്മാർക്ക്, കുറച്ച് അന്ധഭക്തന്മാർക്ക് മനസ്സിലാവാത്ത രീതി മാത്രമേ ഉള്ളൂ. അതെ തന്നെ. നമുക്ക് ഈ ഒക്കെ ജനങ്ങൾക്കാണ് ഇതൊക്കെ കൊടുക്കണേ, സാധാരണക്കാർക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓ അതെ, ഭരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല. അതാണ് പ്രശ്നം. അതാണ് അത്. എല്ലാവരും ഒന്ന് അറിഞ്ഞിട്ട്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എനിക്ക് തോന്നുന്നു 10-20 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ഈ ഡ്രൈവിംഗ് ജോലി തുടങ്ങിയിട്ടില്ലേ? ആണ്. മുൻപൊക്കെ 10 വർഷം മുമ്പ് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ വീടിന് വേണ്ടിയിട്ടോ ഒക്കെ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? അതുണ്ടായിരുന്നു. ഇന്നുണ്ടോ? ഇപ്പോ ഒരു ദിവസം കിട്ടിയ വീട്ടിലെത്തുമ്പോഴത്തെ തീരും. അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചില്ലേ? മാറ്റി വെക്കാൻ ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചില്ലേ? അത് ആരോട് നന്ദി പറയണം? മോദി സർക്കാരിനോട് നന്ദി പറയണം. മോദിനോട് നന്ദി പറയണം. അത് നന്ദി പറയണം അല്ലേ? എന്തിനു നന്ദി പറയണം? ഇങ്ങനെ മുട്ടിച്ചേ അല്ലേ? ശരിയാണ് വരുന്നത്. അതായത് സാധാരണ രീതിയിലേക്ക് ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് ജനങ്ങൾ വിചാരിക്കേണ്ട. വലിയ രീതിയിലേക്കുള്ള ഭവിഷ്യത്താണ് ജനങ്ങൾക്ക് നമുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഒറ്റയടിക്ക് 1-2 രൂപയല്ല കയറ്റുന്നത്. 1000 രൂപ എന്ന് പറയുമ്പോൾ 140 കോടി ജനങ്ങളിൽ നിന്ന് എത്ര കോടി രൂപ കൊള്ളയടിക്കുമെന്നുള്ളതാണ്. കൊള്ളയടിച്ച പൈസ ഒക്കെ തീർത്തു. MLA-മാരെയും MP മാരെയൊക്കെ വാങ്ങി തീർത്തു. 1 സീറ്റോ 2 സീറ്റോ 10 സീറ്റോ നിലനിർത്താൻ വേണ്ടി കോടികൾ ഒഴുക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് മുൻപ് കൊള്ളയടിച്ചിരുന്ന പൈസ ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ പണം തീർത്തു. ആ പണം തീർത്തു കഴിഞ്ഞ് അവര് അടിച്ചു കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക് പോയ എന്തായിരിക്കും അവസ്ഥ? ഇനിയിപ്പോ ഇങ്ങനെ 30 ദിവസം പണിക്ക് പോവുക ഞാൻ. ഒരു ദിവസം ഇറങ്ങൂല. അങ്ങനത്തെ നയിച്ചിട്ട് വരെ ഉണ്ടാക്കാൻ കഴിയൂല. ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല. സ്വപ്നം കാണാനുള്ള സംഭവം നിർത്തി. അത് ഇനി കിട്ടൂല. നിങ്ങൾ ഇപ്പൊ ശരിക്കും നിങ്ങളെ മക്കൾ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കുന്നില്ലേ? അതാണിപ്പോ മുന്നോട്ട് ചിന്തിക്കുമ്പോഴാ ബേജാറ്. ആണ്. അത്തരം രീതിയിലേക്കുള്ള രീതിയിൽ, അതായത് നമ്മൾ ശരിക്കും ജനജീവിതം എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭരണാധികാരികൾ ഉണ്ടാവാന്നുള്ളതാണ്. കല്യാണം കഴിക്കാത്ത കുട്ടികളില്ലാത്ത ആളുകൾ ഭരിക്കരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാര്യം എന്താ വെച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും ഈ കുട്ടികളൊക്കെ നോക്കി വളർത്തുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആണോ? ഓക്കെ, സംശയമല്ലുണ്ട് ഞാൻ പറഞ്ഞത്? ഒരു സംശയമില്ല. ഇല്ല. ചില ആളുകളൊക്കെ പറയും, അന്ധഭക്തർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ പ്രധാനമന്ത്രി കുട്ടികളില്ല, ഭാര്യയില്ല, അതുകൊണ്ട് എന്താണ് പൂർണ്ണ സമയം നമ്മളെ സേവിക്കാൻ വേണ്ടി. ഇങ്ങനെ ദൈവത്തെ ഓർത്ത് സേവിക്കരുതേ. കാര്യം എന്താ വെച്ചാൽ ജനങ്ങളൊക്കെ പട്ടിണിയിലാണ് അല്ലേ? അത് ഒരു ചിന്തിക്കില്ല, ഒരു നമ്മളെ മനസ്സിലാക്കില്ല, മനസ്സിലാക്കൂല. അത് മനസ്സിലാക്കൂല. മനസ്സിലാക്കുന്ന ഒരു കാലം വരും. കാലം വരട്ടെ. അങ്ങനെ അത്രയും ഗതികെട്ട് പോയില്ലേ? വെറുത്തില്ല. 12 വർഷം മുമ്പ് വാണിജ്യ സിലിണ്ടറിന്റെ വില 667 രൂപ. 12 വർഷങ്ങൾക്കിപ്പുറം ഗ്യാസിന്റെ വില 3000-ലധികം. ജനങ്ങളെ ഇത്തരം രീതിയിലേക്ക് ചൂഷണം ചെയ്യുന്ന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധം എന്തായാലും ഉയരേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ഇത്തരം രീതിയിലേക്ക് പോയ ഒറ്റയടിക്ക് 993 രൂപ, കോടിക്കണക്കിന് ജനങ്ങളുടെ കയ്യിൽ 993 രൂപ. എന്താണ് ഇതിന്റെ അവസ്ഥ? ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്യാസിന്റെ ചരിത്രത്തിലാണ് ഈ ഇത്തരം വല്ല 993 രൂപ കൂട്ടാനുള്ള ഭയങ്കര കേന്ദ്ര സർക്കാർ തെറ്റായ നയം തന്നെയാണ്. ഇത് യാതൊരു സംശയമില്ല. ഇതിന് ഞങ്ങൾ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്താൻ ഇന്ന് സംസ്ഥാന കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ ആലോചന വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ബുധനാഴ്ചന്റെ സമരം ഈ വമ്പച്ച കേരളത്തിലെ സ്തംഭനാവസ്ഥയ്ക്ക് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുകളാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഭരണാധികാരിയുടെ ഒരു പോരായ്മ മാത്രമല്ല. കാരണം വെച്ചാല് നമ്മുടെ ഈ സമൂഹം ഇത്രയും കാര്യങ്ങളുണ്ടായി. ഇത്ര അധികം 2 പ്രാവശ്യമാണ് ഇപ്പൊ ഈ 2 മാസത്തിനിടയിൽ വർദ്ധിപ്പിച്ചത്, ഗ്യാസ് വില വർദ്ധിപ്പിച്ചത്. ഇതുവരെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെതിരെ പ്രതിഷേധിച്ചായിട്ട് കണ്ടിട്ടില്ല. കാരണം ഇത്ര അധികം ഗ്യാസിന് വമ്പിച്ച വില വർദ്ധിപ്പിച്ചു, ജനങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ പിന്നെ ഡൊമസ്റ്റിക് ഗ്യാസ് ആണെങ്കിൽ മാത്രമാണ് ജനങ്ങൾ സാധാരണ വിചാരിക്കുന്നത് വീട്ടിലുള്ള പ്രയാസങ്ങളൊക്കെ. പക്ഷെ അതിനേക്കാൾ ഏറെ ആളുകൾ ആശ്രയിക്കുന്നതാണ് ഹോട്ടൽ മേഖലയിൽ. ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരു ബാത്റൂം സൗകര്യം എവിടെ കോഴിക്കോട് സിറ്റിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വൃത്തിയിൽ ഒരു ബാത്റൂമിൽ പോകണം, ഒരു മൂത്രം. അതൊക്കെ പോയാലും ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ പോയാലും ഞാൻ പറയുന്നത് ഇത്തരം രീതിയിലേക്ക് വില വർദ്ധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വളരെ മോശമായിരിക്കും. കാരണം ഇപ്പം തന്നെ 30% ഹോട്ടൽ അടഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിൽ അധികം വില വർദ്ധിച്ചുകൊണ്ട് ഒരു കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചു പോകപ്പെടും. അതോടൊപ്പം തന്നെ തൊഴിലാളികളും ഉടമകളും കുടുംബങ്ങളും ഒക്കെ പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥ വരും. ഈ ഒരു കാര്യം വളരെയധികം ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നുള്ള പറയാനുള്ളത്.